മിണ്ടി മിണ്ടി മിണ്ടാതായവരെക്കുറിച്ച് ഞാൻ ഈ അടുത്ത് ഒരുപാട് വായിച്ചു. എന്താണ് നമുക്കൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഒരു കാലത്ത് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ആകാശത്തിന് കീഴിലുള്ള ഭൂമിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ചില ആൾക്കാർ തമ്മിലൊരു സീക്രട്സ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം പരസ്പരം ഷെയർ ചെയ്യായിരുന്നു. ഈവൻ വീട്ടുകാർക്ക് പോലും അറിയത്തില്ലാത്ത പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ട് ആത്മാക്കളും. പിന്നെ എന്തോ സംഭവിച്ചു. ആൻഡ് എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇപ്പം നോക്കുമ്പോൾ സ്ട്രേഞ്ചേഴ്സാണ്. ഒരു കാലത്ത് ഒരുപാട് പ്രിയപ്പെട്ട ആളുകളായിരുന്നവർ, പക്ഷെ ഇപ്പോൾ അത്രമേൽ പരിചിതരായ അപരിചിതർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം ഇയാളുടെ A to Z ഐറ്റംസ് അയാൾക്കറിയാം, ആളുടെ A to Z ഐറ്റംസ് ഇയാൾക്കറിയാം. എല്ലാ കഥകളും, എല്ലാ ഇൻട്രസ്റ്റും, എവ്രിതിങ് അബൌട്ട് ലൈഫ്, ആളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, എവ്രിതിങ്, ഡ്രീംസ്, ആസ്പിറേഷൻസ്, അംബീഷൻസ്, എല്ലാത്തിനെക്കുറിച്ചും അറിയാം. തിരിച്ചും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. പക്ഷേ സംഹവ്, എവിടെയോ, സംവെയർ, ഏതോ ഒരു പോയിന്റിൽ എങ്ങനെയോ എന്തൊക്കെയോ സംഭവിച്ചു. ആൻഡ് ഇനി അത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു പോയിന്റ് എത്തി നിൽക്കുന്നു. പക്ഷേ എന്താ ശരിക്കും സംഭവിച്ചത് അല്ലേ? ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ആക്ച്വലി ഒരു പ്രോപ്പർ ക്ലോഷറെങ്കിലും രണ്ട് കൂട്ടരും അർഹിക്കുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ആക്ച്വലി. പക്ഷേ വാട്ട്സ് റോങ് അല്ലേ? ഇതൊന്ന് പറഞ്ഞ് തീർത്ത് പ്രോപ്പറായിട്ട് പീസ്ഫുള്ളി പാർട്ട് വേസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്താൽ അത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ അല്ലേ ആവത്തുള്ളൂ. ബിക്കോസ് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിരിക്കാം, അതൊരു പക്ഷേ മറ്റേ ആൾ എങ്ങനെ എടുക്കും എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് നല്ല റിലേഷൻഷിപ്സ് നമുക്ക് ചുറ്റും ഒരു കാര്യവുമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലൊക്കെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നോ മാറ്റർ വാട്ട് ദ റിലേഷൻ ഇസ്, സച്ച് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിലൂടെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ, അത്രയും ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ, ഭയങ്കര സോൾ കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം സ്ട്രേഞ്ചേഴ്സായി. ഇവഞ്ച്വലി ആയിരിക്കാം, പക്ഷേ വൺ ഡേ സ്ട്രേഞ്ചറാണ് ആ ആൾ. ആൻഡ് ഇറ്റ്സ് സോ ഹാർഡ് ടു അക്സെപ്റ്റ് അല്ലേ? അത് ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര വേദനയാണ്. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലൂടെയായിരുന്നു നമ്മൾ രണ്ടുപേരും ഒരു കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് സഡൻലി everything fell apart. We all drifted so far apart. It's really strange, alle? Life is really strange.